ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും കണ്ടന്റ് എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 1-2 ഡ്രോണുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്നും അത്തരത്തിൽ ഡ്രോണായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഡ്രോണും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടുള്ള ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അഴിയണേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ ഉള്ള DJI സ്പാർക്കിൻ്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വലിച്ചു കിട്ടണില്ല, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലും ഓരോ തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ ഒരു ഡ്രോൺ പറത്തണേനെ കുറിച്ചിട്ട് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ 2018 ഡിസംബർ 1-ാം തീയതിക്ക് ശേഷമാണ് അത്തരത്തിൽ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ കർശനമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ഡ്രോൺ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഏതൊരു ഡ്രോൺ ആണെച്ചാൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലൊരു ഡ്രോൺ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പെർമിറ്റ് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ DJI എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ 7 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റും. 5 വർഷമാണ് നമ്മളൊരു ഡ്രോണിന് എടുക്കുന്ന കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പെർമിറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ഓടിച്ചെന്ന് പറത്താനൊന്നും പറ്റില്ല. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. 250 ഗ്രാമിന് താഴെ വരണ ഈ മാവിക് മിനി പോലത്തെ മോഡലുകൾക്കൊന്നും നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല. അതിന് മേലെ ഏത് ഡ്രോൺ പറത്തണമെങ്കിലും നമുക്ക് ലൈസൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. ഈ പറഞ്ഞ വെബ്സൈറ്റിൽ തന്നെയാണ് നമുക്ക് ലൈസൻസിന് അപേക്ഷ കൊടുക്കേണ്ടത്. അത്തരത്തിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ SSLC പാസ്സായിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പ്രായപൂർത്തി ആയിരിക്കണം. നമുക്ക് 18 വയസ്സ് ഏജ് ഉണ്ടെങ്കിൽ ആ ഒരു ലൈസൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ 250 ഗ്രാമിന് മേലെയുള്ള ഡ്രോണുകൾ പറത്താനുള്ള നിങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡ്രോണും കാര്യങ്ങളൊക്കെ പറത്താം. അല്ലാണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ ലൈസൻസും കിട്ടിയ എല്ലാ കാര്യങ്ങളും കിട്ടിയെങ്കിലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ഡ്രോണിന് പെർമിറ്റ് കൊടുക്കുമെന്ന് വിചാരിക്കുക. ആ ഒരു ഡ്രോണ് വേറൊരാൾ പറപ്പിക്കുന്നത് ശരിക്കും കുറ്റകൃത്യം തന്നെയാണ്. ആരുടെ പേരിലാണോ പെർമിറ്റ് എടുത്തേക്കുന്നത് അയാൾക്ക് മാത്രമാണ് ആ ഒരു ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങളൊരു ഡ്രോൺ പൈലറ്റാണ്, നിങ്ങൾക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഒരേ സമയം ഒരു ഡ്രോൺ മാത്രമാണ് പറത്താൻ പറ്റുക. ഇപ്പോൾ ചവറ് പോലൊക്കെ ഡ്രോൺ പറത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, ശിക്ഷാ നടപടികളൊക്കെ നിങ്ങൾക്ക് വന്നു എന്ന് വരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, നിങ്ങൾക്ക് പെർമിറ്റ് ഉണ്ട്, നിങ്ങൾ ഒരു ഡ്രോണാണ് പറത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് വിമാനത്താവളങ്ങൾ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊന്നും ഡ്രോൺ പറത്താൻ പാടില്ല. എത്ര കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ പറത്താൻ പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോലീസുകാർ അല്ലെങ്കിൽ പട്ടാളക്കാരായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകളുടെ അടുത്തൊന്നും നിങ്ങൾക്ക് ഡ്രോൺ പറത്താൻ പാടില്ല. പിന്നെ രാജ്യത്തിൻ്റെ അതിർത്തിയുടെ 25 കിലോമീറ്ററിനുള്ളിൽ നിന്നിട്ടായിരിക്കണം നിങ്ങൾ ഡ്രോണും കാര്യങ്ങളൊക്കെ പറത്തേണ്ടത്. ഇപ്പോൾ ചെന്നൈ, അതേപോലെ തന്നെ ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി അത്തരത്തിലുള്ള വിമാനത്താവളങ്ങളിലൊക്കെ ഡ്രോൺ പറത്തിയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ഇനി നിങ്ങളൊരു കടൽ തീരത്ത് പോയിട്ടാണ് ഡ്രോൺ പറത്തുന്നതെന്ന് വെച്ചാലും അപ്പോഴും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കടൽ തീരത്ത് നിന്ന് 500 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല. അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇന്ത്യയിൽ 400 ഫീറ്റിന് ഉയരത്തിലേക്കും നമുക്ക് ഡ്രോൺ പറത്താനൊന്നും പാടില്ല കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിലൊന്നും നമ്മുടെ ഡ്രോൺ ഓട്ടോമാറ്റിക്കലി പറക്കില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രോണുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്ഡേഷനായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഡ്രോണുകളിലൊക്കെ ലേറ്റസ്റ്റ് വരുന്ന അപ്ഡേഷൻസിൽ ആ ഒരു കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു നല്ലൊരു ഡ്രോൺ പൈലറ്റ് ആവാം. ഒരു ഡ്രോണിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് കുറ്റകൃത്യങ്ങളും ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും എന്താ പറയുക, നിങ്ങളും പോലീസുകാർ ഒരു ഭീകരം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു തോക്ക് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് എത്രത്തോളം കുറ്റകൃത്യമാണോ അത്രത്തോളം കുറ്റകൃത്യം തന്നെയാണ് ഒരു ഡ്രോൺ നമ്മുടെ കൈവശം വെക്കുന്നത്. നിലവിൽ 250 ഗ്രാമിന് താഴെയുള്ള ഡ്രോണുകളെ നാനോ ഡ്രോൺ എന്നാണ് വിളിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രോണുകൾക്ക് നമുക്ക് ലൈസൻസ് ആവശ്യമില്ല, പക്ഷേ പെർമിറ്റ് ആവശ്യമായിട്ടുണ്ട്. 250 ഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോണുകളെ നമുക്ക് മൈക്രോ ഡ്രോൺ എന്ന് വിളിക്കാം. പിന്നെ ഇതിന് മുകളിലേക്ക് വരുന്നത് മീഡിയം, ലാർജ്, സ്മോൾ, മീഡിയം, ലാർജ് ഇത്തരത്തിലുള്ള 3 ഡ്രോണുകളും കൂടിയാണ്. അപ്പോൾ ടോട്ടൽ 5 തരത്തിലാണ് ഇന്ത്യയിലെ ഡ്രോണുകളെ തരം തിരിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഡ്രോൺ പറത്തുന്ന സമയത്ത് നമ്മുടെ ഒരു കൺവെട്ടത്ത് ഡ്രോൺ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഡ്രോണൊക്കെയാണ് നിങ്ങളൊരു 200 അടിക്ക് മേലെ പറത്താൻ ഉദ്ദേശം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് 24 മണിക്കൂർ മുമ്പ് ചെറിയൊരു അനുവാദം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതിയാവും. അപ്പോൾ ഇത്തരത്തിൽ നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു സംഭവം പറത്താം. ഇപ്പോൾ പൂരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടിയ സ്ഥലങ്ങളിലൊക്കെ ഇത് പറത്തണം എന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അത് ശ്രദ്ധിക്കുക. പിന്നെ ലോക്കലായിട്ട് ആൾക്കാരൊന്നും അധികം ഇല്ലാത്ത ഏരിയകളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ അത്തരത്തിലാണ് വായിച്ചറിഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, അത് വിട്ടുപോയി. നമ്മുടെ ഡ്രോണുകൾക്കൊക്കെ ഇൻഷുറൻസ് മസ്റ്റാണ് കേട്ടോ. എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം
കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കൊരു നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കാൻ പറയണത്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ ഡ്രോണിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് റിമോട്ടിൽ നിന്ന് തുടങ്ങാട്ടെ. ഇപ്പോൾ ഇതാണ് എൻ്റെ DJI സ്പാർക്കിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. ചെറിയൊരു റിമോട്ടാണ്. സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള റിമോട്ടുകളേക്കാൾ കുറച്ചധികം സ്വിച്ചുകളൊക്കെ ഇതിന് കൂടുതലായിട്ടുണ്ട്. അതായത് സ്പോർട്ട് മോഡ്, പിന്നെ ഈ ഒരു FN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ, ഈ ഒരു പോസ് ബട്ടനൊന്നും നിങ്ങൾ മാവിക് മിനി പോലത്തെ റിമോട്ടുകളിലൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിമോട്ടിനെ പരിചയപ്പെടാം. എന്നുവെച്ചാലാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ ഡ്രോണിനെ കുറിച്ചിട്ട്. ശരിക്കും ഒരു മൊബൈലിൻ്റെ വലുപ്പമാണ് ഈ ഒരു റിമോട്ട് എന്ന് പറയുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, ഭയങ്കര വെയിറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ്. നല്ല പോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിമോട്ട് ഉപയോഗിക്കാം. ഇനി ഇതിൽ മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ 2 ജോയ്സ്റ്റിക്കാണ്. ഇതിൽ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെലിക്യാമിനെ മുകളിലേക്ക് ഉയർത്താനും താഴ്ത്താനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നേരെ പോകാനും അതേപോലെ തന്നെ ബാക്കോട്ട് പോകാനും ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഡ്രോണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജോയ്സ്റ്റിക്കാണ്. ഇതാണ് പവർ ഓൺ ബട്ടൺ എന്ന് പറയുന്നത്. ഈ 4 ലൈറ്റുകൾ ബാറ്ററി ബാക്കപ്പിനൊക്കെയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഇത് ഫുൾ ചാർജാണ്. ഇത് കുറയണതിനനുസരിച്ച് ഈ ഒരു LED ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ ഇതെന്ന് പറയുന്നതാണ് ഹോം ബട്ടൺ. നമ്മുടെ കൺവെട്ടത്തിൽ നിന്ന് ഡ്രോൺ പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ബാറ്ററി തീരാറായ ഒരു അവസ്ഥ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സഡനായിട്ട് നമുക്കിപ്പോൾ എവിടെയാണ്, ഏത് ദിശയിലാണ് ഡ്രോൺ എന്നൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ ഡ്രോൺ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരും ഡ്രോൺ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളതും ഇതെന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനുള്ള 2 ബട്ടണാണ്. പിന്നെ ആൻറ്റീനയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഈ ഒരു ഡ്രോണിൻ്റെ ക്യാമറ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കീ ആണ്. മെയിനായിട്ട് ഈ 2 ജോയ്സ്റ്റിക്കും പിന്നെ ഈ ഒരു ക്യാമറയും ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് സ്പോർട്ട് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണും കൂടെ വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് സ്പോർട്ട് മോഡിലാണിച്ച് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 34 മൈൽ പെർ ഹവർ ആയിരിക്കും. പിന്നെ നോർമൽ മോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മെല്ലെയാണ് ഈ ഒരു സംഭവം മൂവ് ചെയ്യുക. പിന്നെ ഇവിടെയാണ് നമ്മുടെ മൊബൈലും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എവിടെയാണ് ഇതിൻ്റെ മാപ്പ് റൂട്ടിങ് അതേപോലെ തന്നെ ലൈവായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അഡീഷണലായിട്ടൊരു മൊബൈൽ ഇതിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ഫിറ്റ് ചെയ്യുമ്പോൾ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ചാർജിങ് പോർട്ടും USB പോർട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് OTG കണക്ട് ചെയ്തിട്ടും മൊബൈൽ യൂസ് ചെയ്യാം. വയർലെസ് ആയിട്ട് വൈഫൈ ഉപയോഗിച്ചിട്ടും കണക്ട് ചെയ്യാം. നമ്മുടെ ഡ്രോണിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് DJI സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡല്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 300 ഗ്രാമാണ് കേട്ടോ. ഏകദേശം എൻ്റെ ഫോണിനെക്കാട്ടൊക്കെ ഒരുപാട് ചെറുതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ലെഗും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. മാവിക്കിൻ്റെ ഒക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, മാവിക് മിനിയുടെ ഒക്കെ. പിന്നെ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി ഊരിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വലിപ്പം പോലെ തന്നെ ഇതിൻ്റെ വെയിറ്റും നല്ല പോലെ തന്നെ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഫുൾ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ബാറ്ററിയിലാണ് വന്നിട്ടുള്ളതെന്ന്. ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ലെവലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. ഈ ഒരു നമ്മുടെ റിമോട്ടിൽ കണ്ട ആ ഒരു 4 LED ബൾബുകൾ ഇതിലും വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ ഒരു ഡ്രോണിൽ വന്നിട്ടുള്ള ക്യാമറ എന്ന് പറയുന്നത്. ഇതിൻ്റെ വലുപ്പം നോക്കേണ്ട പക്ക ക്ലാരിറ്റിയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെബിലൈസേഷനും ഒരു രക്ഷയില്ല. ഇതിൻ്റെ ചെറിയൊരു ജിമ്പലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പക്ക സ്റ്റെബിലൈസേഷൻ തന്നെയാണ് കേട്ടോ, ഞാൻ കാണിക്കാം. പിന്നെ ഇവിടെ നമുക്ക് 3-4 സെൻസറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ തട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൻസറാണ് അതിനെ കൺട്രോൾ ചെയ്യുക. ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കൈകൊണ്ടൊക്കെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൈയൊക്കെ വെച്ചിട്ട് ഈ ഒരു സംഭവത്തിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള സെൻസറുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് ശരിക്കും വന്നിട്ടുള്ളത്. പിന്നെ അടിയിലായിട്ടും 3 സെൻസറുകൾ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ താഴേക്ക് ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ അടിയിലുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 സെൻസറുകൾ എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ഈ ഒരു സംഭവം ഇങ്ങനെ പൊന്തി പോകും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബാറ്ററിയുടെ മുകളിലായിട്ടാണ് മെമ്മറി കാർഡ് ഇടാനുള്ള ഹോളും അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ സൈഡിലാണ് USB പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ DJI സ്പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു റേഡിയേറ്ററൊക്കെ ഉണ്ടെന്ന് കൊണ്ടിട്ട് നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ടെങ്കിൽ ഫാൻ കറങ്ങുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കേൾക്കാം. ഇനി ഈ റിമോട്ട് എങ്ങനെ ഓൺ ആക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വട്ടം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ലെവലും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊരു വട്ടം പ്രസ് ചെയ്തിട്ട് ഒരു വട്ടം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിമോട്ട് ഓൺ ആവും. ഇത് ക്യാമറ അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രോണായിട്ട് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു റെഡ് ലൈറ്റ് മാറിയിട്ട് ഗ്രീൻ ലൈറ്റ് ഔട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഡ്രോൺ ഓൺ ആക്കാം. ഇതേപോലെ തന്നെ ജസ്റ്റ് ഡബിൾ പ്രസ് ചെയ്യുക, ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഡ്രോൺ ഓൺ ആയിട്ടുണ്ട്. ആ ഒരു ഫാൻ കറങ്ങുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെ ചെറിയൊരു ഫാനൊന്നും ചെറുതായിട്ട് ഒന്ന് അനങ്ങും, കണ്ടോ. അപ്പോൾ നമ്മുടെ ഡ്രോൺ ഓൺ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതൊന്നും അങ്ങോട്ട് വെച്ചടാ. ഇനി എങ്ങനെയാണ് മൊബൈലിൽ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ ഒരു റിമോട്ടിന് പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അത്തരത്തിൽ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടോ, ഈ ഒരു റിമോട്ടിൻ്റെ പേര് മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സ്പാർക്ക് RC എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വൈഫൈയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. അത്തരത്തിൽ കണക്ട് ചെയ്തതിന് ശേഷം DJI 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. അതിൽ കയറാം. ഇതിൽ നമുക്ക് മാവിക്ക് ഒരുപാട് ഡ്രോണുകളും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മുടെ സ്പാർക്കാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു. ഇനിയിപ്പോൾ മോഡൽ മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാം. എന്നിട്ട് ഗോ ഫ്ലൈ അടിച്ചിട്ട്
നമുക്കിത് ജസ്റ്റ് റിമോട്ടിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡ്രോണും റിമോട്ടും മൊബൈലും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഹോം പോയിൻ്റ് അപ്ഡേറ്റ് ആയി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഹോം ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ട എന്താ പറയുക ആ ഒരു ലൊക്കേഷൻ ഇതിൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് റിമോട്ടിലത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ശരിക്കും മാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെഡ് കളറാണ് ഡ്രോൺ എന്ന് പറയുന്നത്. അത് മൂവ് ചെയ്യണനുസരിച്ച് നമുക്കിവിടെ അറിയാൻ പറ്റും ഏത് ലൊക്കേഷനിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ എവിടേക്കാണ് ഡ്രോൺ നിൽക്കണം എന്നുള്ളൊരു കാര്യം. എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് കണക്ഷനൊക്കെ നഷ്ടപ്പെട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീണാലും നമുക്ക് ഈ ഒരു മാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡ്രോണിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാട്ടിലൊക്കെ പോയി എന്ന് വിചാരിക്കുക, കറക്റ്റായിട്ടുള്ള ആ ഒരു ഡ്രോൺ ഓഫായി പോയെങ്കിൽ അതിൻ്റെ ആ ലാസ്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മാപ്പിൽ അറിയാം. അങ്ങനെ പോയിട്ട് നമുക്ക് ആ ഒരു സംഭവം തപ്പിയെടുക്കാൻ പറ്റും. പിന്നെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇത് എന്ന് പറയുന്നത് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഹോം പോയിന്റ് കാണാം. പിന്നെ ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ അങ്ങനെ മാറ്റാൻ പറ്റും. ഫോട്ടോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വൈഡായിട്ട് നമുക്ക് കിട്ടും. പിന്നെ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ച് ഹോം പോയിന്റിൽ എത്തണത് എത്ര മീറ്റർ മുകളിൽ കൂടിയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നല്ല കാട് പിടിച്ച ഏരിയകളിലൊക്കെ ആണെന്ന് നല്ല വലിപ്പമുള്ള മരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഉയരം കാര്യങ്ങളൊക്കെ കൂട്ടാം. ഇനി ജസ്റ്റ് നമ്മുടെ ഹെലിക്യാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 2 ബട്ടൺസ് താഴേക്ക് അമർത്താം. ഇപ്പോൾ ഹെലിക്യാം ഓൺ ആയിട്ടുണ്ട്, പക്ഷെ അത് പൊങ്ങിയിട്ടില്ല. പൊങ്ങണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒന്ന് കാണിച്ചോളാം. ഇപ്പോൾ ഇതിൻ്റെ ക്യാമറയുടെ സ്പീഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം ഇപ്പോൾ താഴേക്ക് ആവണില്ല, അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്പോർട്ട് മോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ എന്താ പറയുക സ്പീഡ് കൂടും. അപ്പം മെല്ലല്ലേ പോണത്. അപ്പം നമ്മൾ സ്പോർട്ട് മോഡ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂടും. നമ്മളാണ് ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കണത്. ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്കയാണ്, ചെറിയ തരത്തിലുള്ള ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു എയർ നല്ലപോലെ എയർ പിടിച്ചെങ്കിൽ കൂടെ നമുക്ക് ആ ഒരു വീഡിയോയിൽ വലിയ തരത്തിൽ അത് ബാധിക്കില്ല. പക്ക ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു സംഭവം കാണാനായിട്ട് പറ്റും. ഇനി ജസ്റ്റ് നമ്മൾ ഈ ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ മുമ്പോട്ടും ഈ ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കോട്ടും പോകും. പിന്നെ ഇതിലാണ് നമ്മുടെ വീഡിയോസിൻ്റെ ആ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ഒരു ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ക്യാമറ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മെല്ലെ തിരിച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ തന്നെ നമുക്ക് കണ്ട ഈ ഒരു ലെവലിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മുടെ ക്യാമറ ഇങ്ങനെ മുകളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഇനിയും ഇത് ഉയരത്തിലേക്ക് പോകട്ടെ. ഇനി ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ഹൈറ്റിൽ പോകും. ഏകദേശം ഒരു 10-400 മീറ്ററോളം ഉയരത്തിലേക്ക് നമുക്കിത് പറത്താൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വാണിംഗ് വന്നു. ഇപ്പോൾ 120 അതായത് നമ്മുടെ ലോക്കലായിട്ടുള്ള മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 120 വരെയാണ്. അപ്പോൾ ഒരു വാണിംഗ് കാരണം നമ്മളത് അവിടെ വെച്ച് നിർത്തി. അപ്പോൾ നമ്മളിത് കുറച്ച് ദൂരം പറപ്പിച്ചു എന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ എന്തായാലും കാണേൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും ഈ ഒരു സംഭവത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് നമുക്ക് കാണുന്ന ഒരു ഏരിയയിലായിട്ട് പറത്താം. അപ്പോൾ ഇതിൻ്റെ സിഗ്നൽ ലോസ്റ്റ് ആകുമ്പോഴാണ് കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജും പിന്നെ സിഗ്നൽ 2 വീക്ക് എന്ന് പറഞ്ഞിട്ട് മുകളിൽ വാണിംഗ് കാണിക്കണത്. പത്രത്തിൽ നോ സിഗ്നൽ എന്നുള്ള ഒരു സംഭവം വരുന്ന സമയത്ത് ജസ്റ്റ് റിട്ടേൺ ടു ഹോം അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഓട്ടോമാറ്റിക്കലി ക്യാമറയുടെ ഇതൊക്കെ മാറും. പിന്നെ നമ്മൾ എവിടെയാണോ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ഥലത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഭവം വന്നിറങ്ങും. അതൊക്കെ ജസ്റ്റ് കാണിക്കാം. ഇനി ലാൻഡ് ചെയ്യണ സമയത്ത് കണ്ടോ ആ ഒരു സെൻസർ കാരണമാണ് ഇത് പൊങ്ങി പോണത്. പക്ഷെ നമുക്കിത് കയ്യിൽ ലാൻഡ് ചെയ്യിക്കാട്ടോ. ഇത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ല രസമാണിത്. ഒരു ടോയ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും ബാറ്ററി 22% ഈ ബാറ്ററി മാറിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യമൊക്കെ ട്രാവലിംഗ് ഒക്കെ എന്താ പറയുക താല്പര്യമുള്ളവർ എന്തായാലും കയ്യിൽ കരുതേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേഷൻ വന്നതാണ് ഡാറ്റാ ബേസിൻ്റെ. അപ്പോൾ നമ്മളത് ചെയ്യണില്ല. അപ്പോൾ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ മോഡിലായിരിക്കും കേട്ടോ. ഇപ്പോൾ സ്പോർട്ട് മോഡിലാവില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോർട്ട് മോഡിലേക്ക് ആയി. ജസ്റ്റ് നിങ്ങൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് ഇത്തിരി താത്താം, എത്രയും താത്തണ്ട. ജസ്റ്റ് നിങ്ങൾ ഇത്രയും താത്തിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു പാറയുടെ മുകളിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ തള്ളി വിടുന്ന പോലത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾക്കും യൂസ് ചെയ്യാം, അല്ല നിങ്ങൾക്കും ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഈ 2 ബട്ടൺസും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ അത്തരത്തിലുള്ള ഒരു വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മാക്സിമം പറക്കാനുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 500 മീറ്റർ ഒക്കെ വരെ കിട്ടും കേട്ടോ നമുക്ക്, മരങ്ങളൊന്നും ഇല്ലാത്ത ഏരിയകളിൽ. ഇപ്പോൾ നോ സിഗ്നലായി.
അപ്പം നമ്മൾ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കണോണ്ട് സിഗ്നൽ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്. ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഉപയോഗിച്ച് റിമോട്ട് ഇല്ലാണ്ടൊക്കെ നമുക്ക് ആ ഒരു സംഭവത്തിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ കയറി നോക്കാം. ഇനി ഇതിൽ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം മാർക്കറ്റിൽ ഒരു 55,000 രൂപയോളൊക്കെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ വില എന്ന് പറയുന്നത്. ഇതിൻ്റെ പുതിയ മോഡൽ മാവിക് മിനി പോലെയുള്ള ക്യാമറകൾക്ക് ഏകദേശം 50,000 രൂപയുടെ അടുത്തും വിലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിയമപരമായിട്ട് ഇത് വാങ്ങണോണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു സംഭവം കസ്റ്റംസൊക്കെ നിങ്ങളുടെ നിന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞിട്ട് ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെന്താ ഇനി ഇതിൽ ഉള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. ഒരുപാട് പേര് എന്താ പറയുക ഡ്രോൺ ഉപയോഗിച്ച് കോമാളിത്തരം കാണിക്കണം എന്നുള്ള തരത്തിലൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ ഒരു ഡ്രോണിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ശരി. അയ്യോ ചെറിയൊരു പണി കിട്ടില്ല ഗായ്സ്. ഇപ്പം നമ്മളത് കാണാണ്ടായപ്പോൾ ജസ്റ്റ് ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് വരുത്തിയതാണ് കേട്ടോ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നു കേട്ടോ. അതായത് ഇവിടെ ലാൻഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടുള്ള ചെറിയൊരു മെസ്സേജാണിത്. ഇത് സ്ലൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം അവിടെ ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സ്പോർട്ട് മോഡ് ഒന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ സ്പീഡൊന്ന് നിങ്ങൾ നോക്കിക്കോളോ. ബ്രേക്കിംഗ് ഉണ്ടോ സംഭവത്തിൻ്റെ? നമുക്ക് ബാറ്ററി വാണിങ് കാര്യങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഭവം നിർത്താൻ പോവാണ്. ഇനി കയ്യിൽ പറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ അടുത്ത് കൊണ്ടുപോയി എന്നിട്ട് ഈ ഒരു ബട്ടൺ കൈ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് പ്രസ് ചെയ്താൽ മതി. ഡയറക്റ്റ് നമുക്ക് ആ ഒരു സംഭവത്തിനെ പിടിക്കാൻ പറ്റില്ല.